എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് കട്ട്ലറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും എങ്ങനെ ഈ കട്ട്ലറ്റ്സ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു 7 പോയിൻറ്റ്സ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഇതിനാവശ്യമായ ചേരുവകൾ ഇതൊക്കെയാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ബീഫാണ്. 1/4 കിലോ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച ഇഞ്ചി 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് ഉപ്പും ചേർത്ത് 3/4 വേവ് 4-5 വിസിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. വെള്ളം ആഡ് ചെയ്യണമെന്നില്ല. പിന്നെ പൊട്ടാറ്റോസ് 4 വിസിലും വേവിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് മിൻസ് ചെയ്യണം. ബോൺലെസ് മീറ്റ് ഒന്ന് മിൻസ് ചെയ്തെടുക്കണം. മിക്സിയുടെ പൾസ് ബട്ടണിലിട്ട് മിൻസ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോസ് മാഷ് ചെയ്തെടുക്കാം. ഇവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത്, കറിവേപ്പില അല്ലെങ്കിൽ മല്ലിച്ചീര. ഇതൊക്കെ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇനി മസാലപ്പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഈ 2 മീഡിയം സൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1-1.5 സവാള എടുക്കാം. അതും ഉപ്പ്, മല്ലിച്ചീര അല്ലെങ്കിൽ കറിവേപ്പില, പിന്നെ പച്ചമുളക് ക്രഷ് ചെയ്തത് അതും, ഇഞ്ചി ക്രഷ് ചെയ്ത് അതും ആയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് 3-4 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രം അടുത്ത പൊടികൾ ആഡ് ചെയ്യാം. ഇനി എപ്പോഴും നമ്മൾ കട്ട്ലറ്റ്സ് രുചിക്കുമ്പോൾ അതിന് കുരുമുളക് പൊടിയാണ് അതിനകത്ത് നല്ല ടേസ്റ്റായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഉപയോഗിക്കാം. അങ്ങനെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. ഞാൻ 1/2 ടീസ്പൂണേ ഇട്ടുള്ളൂ, കാരണം കശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട്. പിന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല 1/2 ടീസ്പൂൺ, കശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ എന്നിവ അതും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് മിൻസ്ഡ് ബീഫ് പൾസ് ബട്ടണിൽ, മിക്സിയുടെ പൾസ് ബട്ടണിലിട്ട് മിൻസ് ചെയ്തെടുത്ത ബീഫും മാഷ് ചെയ്തെടുത്ത പൊട്ടാറ്റോസും ആഡ് ചെയ്തിട്ട് നല്ലോണം യോജിപ്പിക്കുക. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നുണ്ട് 1 സ്പൂൺ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റസ്ക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. റസ്കിൻ്റെ പൊടി വേണമെങ്കിലും 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ ശരിയായോ, ഇതിൻ്റെ പരുവം ശരിയായോ എന്ന് നോക്കാം. കയ്യിലെടുത്ത് നമ്മളൊരു ഉരുള എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുകയില്ല, ഇത് ഫ്രീ ആയിട്ടിരിക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. റൗണ്ടോ ഓവലോ ഏത് ഷേപ്പ് വേണമെങ്കിലും, റെക്റ്റാങ്കിളോ ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു കുപ്പിയുടെ മൂടിയിലാണ് ഞാൻ ഷേപ്പാക്കി എടുത്തത്. കുപ്പിയുടെ മൂടിയിൽ ഷേപ്പാക്കി എടുക്കുന്നെങ്കിൽ നമ്മുടെ കൈ വെച്ച് ഒന്നും കൂടെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാനിവിടെ ഈസി ആയതുകൊണ്ട് എല്ലാം കുപ്പിയുടെ മൂടി തന്നെയാണ് എടുത്തത്. നിങ്ങൾ ചെയ്തെടുക്കും. കുപ്പിയുടെ മൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ മൂടിയിൽ കുടുങ്ങരുതേ, മസാല മൂടിയിൽ കുടുങ്ങരുതേ. ഇനി അഥവാ മൂടിയിലെങ്ങാനും മസാല കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് 1 സ്പൂൺ വെച്ചൊന്ന് റിലീസ് ചെയ്തേക്കണേ. എനിക്കിവിടെ 250 ഗ്രാം, അതായത് 1/4 കിലോ ബീഫിലും 2 പൊട്ടാറ്റോസിലും എനിക്ക് കിട്ടിയിരിക്കുന്നത് 12 കട്ട്ലറ്റ്സ് ആണ്. ഇനി നമുക്ക് കോൺഫ്ലോർ 1 ടീസ്പൂൺ കുറച്ച് വെള്ളം ഇട്ടതിന് ശേഷം അതിലേക്ക് 1 മുട്ടയും ആഡ് ചെയ്തിട്ട് കോട്ടിംഗ് തയ്യാറാക്കി. ബ്രെഡ് ക്രംസും ഉണ്ട്. കോട്ടിങ്ങിൽ ജസ്റ്റ് ബീഫ് കട്ട്ലറ്റെല്ലാം ഒന്ന് കോട്ടിങ്ങിലും ബ്രെഡ് ക്രംസിലുമായിട്ട് നമുക്ക് ആദ്യമേ കോട്ടിങ്ങിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിയാം. ബ്രെഡ് ക്രംസിൽ പൊതിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിങ്ങനെ പൊതിയുന്നതിലാണ് നമ്മുടെ ഇതൊക്കെ കട്ട്ലറ്റ്സ് പൊട്ടിപ്പോകാതിരിക്കുന്നത്. ഇനി ഓയിൽ നല്ല തിളയ്ക്കണം. തിളച്ച ഓയിലേ ഇടാവുള്ളൂ. ഓയിലിന് ചൂടില്ലെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ്സ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കട്ട്ലറ്റ്സ് കോരിയെടുക്കാം. അങ്ങനെ നമുക്ക് ആദ്യത്തെ സെറ്റ് വറുത്ത് കോരാം. ഇത് കെച്ചപ്പുമായിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കെച്ചപ്പും സിമ്പിൾ കെച്ചപ്പും എങ്ങനെ വീട്ടിൽ ചെയ്യാതെ എടുക്കാം എന്ന് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഈസി ആയിട്ട് ചെയ്യുന്ന 2 മെത്തേഡും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് അതും കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്തേക്കണേ. എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്.